ഫോട്ടോയിലൊക്കെ ഒരുപാട് കണ്ടതല്ലേ, അതുകൊണ്ട് നീ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. എടാ, നീ ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെയും ഒരുപാട് കണ്ടറിഞ്ഞ എന്റെ ഭാര്യ മഹി എന്ന മഹാലക്ഷ്മി. സത്യം പറഞ്ഞ ഞങ്ങളുടെ വരവ് നേരത്തെ ആക്കിയതാ ഇവന്റെ മഹിയെ കാണാനായിട്ട്. എന്നേക്കാളും മഹിയെ കാത്തിരിക്കുന്നത് എന്റെ ഭാര്യയെ. വാ വാ. വാ. എടാ, ലേഖ എവിടെ? ഞാനിവിടെ ഉണ്ടേ. അപ്പോഴേ കണ്ണേട്ടാ, പെട്ടെന്ന് ഓടി വന്ന് ഞങ്ങളെ കണ്ടിട്ട് പോന്ന് കരുതണ്ട, ഞങ്ങള് വിടത്തില്ല. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇന്നത്തെ ദിവസം നിന്നെ മഹിയോടൊന്ന് വിടത്തില്ലെന്നാ ഇവള് പറഞ്ഞത്. അതെ കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടന്റെ മഹിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എടോ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞാലും ഇവര് നമ്മളെ വിടത്തില്ല. അതെ. അയ്യോ, അതിന് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ലല്ലോ. ഇവിടേക്ക് വരുമ്പോ എന്തിനാ ഡ്രസ്സ് കൊണ്ടുവരുന്നേ? നിങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. മഹിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ലീവിന് വന്ന് തിരിച്ചു പോകുന്നവരെ മിക്ക ദിവസം ഇവൻ ഞങ്ങളോടൊപ്പം തന്നെ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ ഡ്രസ്സൊക്കെ ഷെൽഫിലുണ്ട്. പിന്നെ മഹിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം പറഞ്ഞ് രണ്ടുപേരോടൊന്ന് പോവാൻ നോക്കണ്ട. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. മഹിയുടെ ഡ്രസ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ഡ്രൈവറോട് പറയാം. അതെന്താ, ഇവള് കൊടുക്കുന്ന ഡ്രസ്സ് മഹിക്ക് ചേരില്ലേ? അതല്ലടാ, നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സായിരിക്കും. അതൊന്നും മഹിയുടെ മനസ്സിന് പിടിക്കില്ല. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ഇനിയിപ്പോ രക്ഷയില്ലടോ, ഇവര് വിട്ടിട്ടേ നമുക്ക് പോവാൻ പറ്റൂ. മഹി വാ വാ. എടാ, നേരിട്ട് കണ്ടപ്പോ എന്റെ പെണ്ണങ്ങനുണ്ട്. നിന്റെ സെലക്ഷൻ 1% പോലും തെറ്റിയിട്ടില്ല. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരിയാ നിന്റെ മഹാലക്ഷ്മി. ആ പുഞ്ചിരിയിലുണ്ട് എല്ലാം. എന്റെ അച്ഛന്റെ അമ്മയുടെ ആത്മാക്കൾ എന്റെ ചുറ്റിനുമുണ്ട്. അവർ തന്നെയാ എന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇങ്ങനൊരു പെൺകുട്ടിയെ ദാനമായിട്ട് തന്നത്. ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് അയാളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസോടാ. എന്റെ അച്ഛനമ്മയും പോയ ശേഷം നീയും ലേഖ ഉൾപ്പെടെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു എന്റെ ആകെയുള്ള സമ്പാദ്യം. എന്നാലിപ്പോ ഞാൻ പോലും അറിയാതെ അയാൾ എന്റെ അരികിലേക്ക് വരികയായിരുന്നു.